ബംഗാരു ലക്ഷ്മണ, യെദ്യൂരപ്പ, പൃഥ്വിരാജ് സിംഗ് ചൗഹാൻ ഇവരെ കോർപ്പറേറ്റ് മുതലാളി കിറ്റക് സാബുവിന് അറിയണമെന്നില്ല. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇവരെ നന്നായി അറിയാം. ഒരേ കളത്തിൽ പയറ്റി വളർന്നവരാണല്ലോ ഇവർ. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് എത്തിയ മോദി ഞങ്ങൾക്കൊരവസരം തരൂ, കേരളത്തെ അഴിമതിരഹിത വികസിത രാജ്യമാക്കും എന്നാണ് തട്ടിവിട്ടത്. മുമ്പ് പട്ടിണിയുടെ കാര്യത്തിൽ കേരളം സോമാലിയക്ക് തുല്യമാണെന്ന് പച്ചക്കള്ളം പറഞ്ഞ് കേരളീയരെ അപമാനിച്ച് സ്വയം പരിഹാസനായത് നമ്മൾ മറന്നിട്ടില്ല. അന്നതിന് മോദിക്ക് കീഴിലെ നീതി ആയോഗ് തന്നെ മറുപടി നൽകി. 2019-21 0.55% കേരളത്തിലെ ദാരിദ്ര്യം. അതിദാരിദ്ര്യമുക്ത പദ്ധതിയിലൂടെ അതും കേരളം മറികടന്നു. BJP ഭരിക്കുന്ന UP, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളാണ് പട്ടിണിയുടെ കാര്യത്തിൽ രാജ്യത്ത് മുമ്പിലെന്നാണ് നീതി ആയോഗ് കണ്ടെത്തിയത്. മോദിയിൽ നിന്ന് ഇനിയും എന്തെല്ലാം കേൾക്കാം. ബംഗാരു ലക്ഷ്മണ പണം വാങ്ങി സൂട്ട് കേസിൽ വെക്കുന്നത് ലോകം ലൈവായി കണ്ടു. അദ്ദേഹം അന്ന് BJP ദേശീയ പ്രസിഡന്റായിരിക്കെയാണ് കോടികൾ കൈക്കൂലി വാങ്ങിയത്. ഒടുവിൽ CBI അറസ്റ്റ് ചെയ്തു. CBI കോടതി അദ്ദേഹത്തെ അഴിമതി കേസിൽ ജയിലിലടച്ചു. രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവ് കൈക്കൂലിയായി പണം വാങ്ങുന്നത് അതിനു മുമ്പോ ശേഷമോ നമ്മൾ ലൈവായി കണ്ടിട്ടില്ല. അതിനുള്ള ഭാഗ്യം നമ്മെ കടാക്ഷിച്ചു. യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു. കോടികളുടെ ഭൂമി കുംഭകോണ കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. ഒടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പോക്സോ കേസിലും പ്രതിയാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കെ പൃഥ്വിരാജ് സിംഗ് ചൗഹാൻ വ്യാപം അഴിമതിയിലൂടെ കോടികളാണ് സമ്പാദിച്ചത്. മെഡിക്കൽ പ്രവേശന പരീക്ഷ തട്ടിപ്പായിരുന്നു വ്യാപം കേസ്. ചൗഹാന്റെ ഭാര്യ സാധന സിംഗിനും RSS നേതാവ് സുരേഷ് സോണിക്കും ബന്ധമുള്ള കേസ്. ആ കേസിൽ പരാതിക്കാരും സാക്ഷികളും ദുരൂഹമായി കൊല്ലപ്പെട്ടു. ഇന്ന് ചൗഹാൻ കേന്ദ്രത്തിൽ വിലസുന്നു, ഒരു പോറലുമേൽക്കാതെ. കഴിഞ്ഞില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിയാണ് മോദിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഇലക്ടറൽ ബോണ്ട്. രാഷ്ട്രീയ അഴിമതി നിയമവിധേയമാക്കിയെന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയ ഇലക്ടറൽ ബോണ്ടിൽ 3811 കോടി രൂപയാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് BJPക്ക് കിട്ടിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ തെളിയിക്കപ്പെട്ട അഴിമതിയായി ഇലക്ടറൽ ബോണ്ട് മാറി. യുദ്ധവിമാനം വാങ്ങിയ റാഫേൽ അഴിമതി, കർണാടകയിലെ BJP സർക്കാരിന്റെ കാലത്ത് നടന്ന 2500 കോടി രൂപയുടെ എക്സൈസ് അഴിമതി, രാജസ്ഥാനിലെ മൈനിങ് അഴിമതി, ഗോവ ഭൂമി തട്ടിപ്പ് കേസ്, അങ്ങനെ തട്ടിപ്പുകളുടെ ഈ പട്ടിക നീളുകയാണ്. കുറ്റം പറയരുതല്ലോ. കേരളത്തിൽ ഇതുവരെ BJP ഭരിച്ചിട്ടില്ലെങ്കിലും കേരളത്തിലുമുണ്ട് ഇത്തരം തട്ടിപ്പ്. വർക്കല SR മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ നിലവിലെ തിരുവനന്തപുരം മേയർ VV രാജേഷിനെ BJP പുറത്താക്കിയത് നമ്മൾ മറന്നിട്ടില്ല. തൃശൂരിൽ കള്ളനോട്ടച്ചടിച്ചതിന് അറസ്റ്റിലായത് RSS നേതാവാണ്. കൊടകരയിലെ കുഴൽപ്പണ കവർച്ചാ കേസും നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല. അങ്ങനെ എത്രയെത്ര കോഴക്കേസ്. കേരളത്തിൽ വന്നാണ് നരേന്ദ്രമോദി അഴിമതിയെക്കുറിച്ച് പറയുന്നതെന്ന് ഓർക്കണം. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ, ലോക്കൽ സർക്കിളുകൾ എന്നിവയുടെ സർവേ പ്രകാരം അഴിമതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം. പലതവണ കേരളത്തിന് ഈ നേട്ടം കൈവരിക്കാനായിട്ടുണ്ട്. ഉയർന്ന സാക്ഷരതയും ശക്തമായ നീതി വ്യവസ്ഥയും ജാഗ്രതയുള്ള മാധ്യമങ്ങളും കേരളത്തിലെ ഈ കുറഞ്ഞ അഴിമതി നിരക്കിന് കാരണമാണെന്ന് കണ്ടെത്തിയത് നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ ഈ കണക്കെങ്കിലും നരേന്ദ്രമോദിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്നവർ ഒന്ന് വായിക്കണം. അപ്പോൾ മോദിയുടെ അഴിമതിരഹിത മധുര മനോഹര കേരളം സ്വപ്നം കാണുന്നവർക്ക് നല്ല നമസ്കാരം.